വൈറ്റില ഫ്ലൈ ഓവറിൽ കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടു. ലോറി പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആളപായമില്ല എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അമൽനാഥ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. നോക്കാം എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന്, എന്താണ് നടന്നതെന്ന്. അമൽ, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു അപകട വാർത്തയാണല്ലോ കേൾക്കുന്നത്. എങ്ങനെയാണ് വൈറ്റില മേൽപ്പാലത്തിലാണോ അപകടം സംഭവിച്ചത്? മനോ, തീർച്ചയായും വൈറ്റില ഫ്ലൈ ഓവറിന്റെ ഭാഗത്താണ് ഇന്ന് രാവിലെ, അതായത് പുലർച്ചെ 3 മണിയോടുകൂടി ഈ ഒരു അപകടം നടക്കുന്നത്. ഈ ഒരു ലോറി, അതായത് തമിഴ്നാട്ടിൽ നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ മുഴുവനും പൈപ്പായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ലോറി കോട്ടയത്തേക്ക് വരികയും ഈ ഒരു ഫ്ലൈ ഓവർ ഭാഗത്ത് വെച്ച് ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി അത് മനസ്സിലാക്കുവാനും സാധിക്കും. അതായത് ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗം, അതായത് ഈ ലോറിയുടെ ഒരു ഭാഗം ഫ്ലൈ ഓവറിൻ്റെ ഒരു വശത്തും മറ്റൊരു ഭാഗം രണ്ടാമത്തെ വശത്തുമായാണ് ഉള്ളത്. അത് വളരെ ഒരു അപകട സാധ്യത കൂടി ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഭാഗത്തേക്ക് ഈ ലോറി മറിഞ്ഞു വീഴുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നൊരു അപകട ഭീഷണി നിലവിൽ ഇവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ തിരക്ക് കൂടി വരികയാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ആ സമയത്ത് തന്നെ നാഷണൽ ഹൈവേ പോലീസ് അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഈ ഒരു ലോറി പെട്ടെന്ന് തന്നെ ഇവിടെ നീക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു 10 മണിയോടുകൂടി ഈ ഒരു റോഡ് വഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകും. അത്തരത്തിൽ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ഗതാഗത തടസ്സം അടക്കം ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോറി സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു അപകടം നടക്കുമ്പോൾ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ മാത്രമാണ്. അദ്ദേഹം നിസാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു എന്നത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു ലോറിയിൽ മുഴുവനുമായി, അതായത് മുഴുവൻ ലോഡ് ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുഴുവനും പൈപ്പായിരുന്നു എന്നുമാണ് അറിയുന്നത്. ഈ ഒരു അപകടം നടന്നെങ്കിൽ പോലും മറ്റ് അതായത് ഡ്രൈവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ ഇതിൻ്റെ ഭാഗമായി പരിക്കു പറ്റിയിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഈ അടുത്ത നടപടി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ സംഭവ സ്ഥലത്തു നിന്നും ഈ ലോറി ഇവിടെ നിന്നും മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗതാഗത തടസ്സം അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. മനു, ശരി, എന്താണ് ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതോ അമിത വേഗതയാണോ? എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? മനു, അത്തരത്തിൽ ഡ്രൈവർ ഉറങ്ങിയ ഒരു സാഹചര്യമല്ല. അതായത് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഈ ഒരു ഭാഗത്ത് റിഫ്ലക്ടർ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു റിഫ്ലക്ടർ ഇല്ലാത്തതിനാൽ തന്നെ ഈ റോഡ് ഇവിടെ നിന്നും രണ്ടായി മാറുന്നത് ഈ ഡ്രൈവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള വേഗതയും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ റോഡ് ഇവിടെ നിന്നും മാറിപ്പോകുന്നത്, രണ്ടായി തിരിയുന്നത് ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. ഒരു ഫ്ലൈ ഓവർ ഭാഗമാണ് എന്നൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നാണ് ഡ്രൈവർ നമ്മോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം നേരെ തന്നെ, അതായത് ഒരു വശത്തേക്ക് പോകാതെ നേരെ തന്നെ വരികയും ഈ ഒരു ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് കയറുകയുമായിരുന്നു എന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ രീതിയിലുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് റിഫ്ലക്ടറോ അതേസമയം തന്നെ മറ്റ് ലൈറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന വലിയൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. മുന്നേ തന്നെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റ് ഗുരുതരമായ അപകടങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിലും നിസാര പരിക്കുകളോടുകൂടി പലരും രക്ഷപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. സമാനമായ ഒരു അപകടം തന്നെയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ മറ്റ് സിഗ്നലുകളോ അതോടൊപ്പം തന്നെ റിഫ്ലക്ടറോ ഇല്ലാത്തത് കൊണ്ടാണ് ഡ്രൈവർ ഈ ഒരു ലോറി ഈ ഫ്ലൈ ഓവറിലേക്ക് ഇടിച്ചു കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരൊക്കെ തന്നെ സംഭവ സ്ഥലത്ത് എത്തിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അധികൃതർ ഉടൻ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഇത്തരത്തിൽ അപകടങ്ങൾ തുടർച്ചയാവുന്ന പശ്ചാത്തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മനു, ശരി, ഓക്കെ, താങ്ക് യു അമൽ. അമലാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ വൈറ്റ്ലയിൽ നിന്ന് നമുക്ക് തലസമയം നൽകിയത്. അതൊരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗം കൂടിയാണ് കേട്ടോ. കാരണം പക്ഷേ വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഇടപ്പള്ളി ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഈ നേരെ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഈ മേൽപ്പാലം തുടങ്ങുന്ന ഭാഗം, ആ തുടങ്ങുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇടിച്ചു കയറിയിരിക്കുന്നത്. അതിൻ്റെ ഇടത് സൈഡിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ വൈറ്റ്ല ഹബ്ബിലേക്കുള്ള ഭാഗമാണ്, മുകളിലേക്ക് പോയാൽ മേൽപ്പാലം കയറി പോവുകയും ചെയ്യും. ഇതിന് നടുക്കാണ് ഈ ഡിവൈഡർ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ, സിഗ്നൽ ബോർഡുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അറിവില്ലാത്ത, അതായത് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ അവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ തത്സമയം നമുക്ക് അവിടെ നിന്ന് അമൽ നൽകിയത്.